വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 19-ാം വാക്യം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവിൻ. As this do in memory de me. ഒരു പുരോഹിതന്റെ ജീവിത സാക്ഷ്യമാണ് ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന വാക്യത്തിൽ ഒളിഞ്ഞു കിടക്കുക. മരണം ഒരു യാഥാർത്ഥ്യമാണ്. മരണം വേദനാജനകമാണ്. അത് മരിക്കുന്നത് ഏറ്റവും വേണ്ടപ്പെട്ടവരാകുമ്പോൾ അതിൻ്റെ നൊമ്പരം ഏറുക തന്നെ ചെയ്യും. ഇന്ന് കോട്ടയം CMI സെയിന്റ് ജോസഫ് ക്രോയിസിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഇമ്മാനുവേൽ അച്ഛൻ മരിച്ചിരിക്കുകയാണ്. ഞാവള്ളിയിൽ കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അവരുടെ മാണിച്ചൻ അവരിൽ നിന്നും അകന്നു പോവുകയാണ്. പെറുവിലെ സാൻ മത്തയോ സബ് റീജിയനെ സംബന്ധിച്ച് അവരുടെ സ്വന്തം ഇമ്മാനുവേലിത്തോ അവരിൽ നിന്നും മൺമറിയുകയാണ്. ഏറ്റവും ശ്രേഷ്ഠനായ ഇമ്മാനുവേൽ ഞാവള്ളി അച്ഛൻ തന്റെ 8 പതിറ്റാണ്ടോളം കാലം ഈ മൂവിനായിരുന്നു കൊണ്ട് 50 വർഷത്തിന്റെ പൗരോഹിത്യ ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് ദൈവത്തിനും ദൈവജനത്തിനും ഒരു ഓർമ്മയാകുന്നതിന്റെ നിമിഷത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോവുക. നന്മ നിറഞ്ഞ ഹൃദയത്തോടും നന്ദി നിറഞ്ഞ വികാരങ്ങളോടും കൂടി ഈ നിമിഷത്തിൽ നമുക്കായിരിക്കാം. 1945 കാവൽ മാലാഖമാരുടെ തിരുനാളിൽ കരൂരിൽ ഒരു പൊൻതാരകം ഉദയം ചെയ്തു ഞാവള്ളി അച്ഛൻ. 2025 കത്തോലിക്കാ സഭയുടെ മഹാജൂബിലി വർഷത്തിൽ പരിശുദ്ധിയായ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ തിരുനാളിൽ ആ പൊൻതാരകം സ്വർഗത്തിലേക്ക് നീങ്ങുകയാണ്. വിശുദ്ധിയാർന്ന ജീവിതം 80 വർഷം ഈശോ മിശിഹ വെച്ചു നീട്ടിയപ്പോൾ അതിൽ 50 വർഷത്തോളം കാലം മറ്റൊരു ക്രിസ്തുവായി മാറിക്കൊണ്ട്, ഒരു ഓൾട്ടർ ക്രിസ്തുവായി മാറിക്കൊണ്ട് ഞാവള്ളിയിൽ അച്ഛൻ ഈ ഭൂമിയിൽ ഓർമ്മകൾ നിലനിർത്തി. ഓർമ്മയാകുവാൻ ഓർമ്മയായവെങ്കിൽ ഓർമ്മയാകുന്ന പരിശുദ്ധ ഉദാശകളുടെ പരികർമ്മത്തിലൂടെ ഞാവള്ളി അച്ഛൻ ഇന്ന് ഈ ഭൂമിയിൽ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ മനസ്സുകളിൽ ഓർമ്മയായി നിലനിൽക്കുകയാണ്. നാം ഇന്നായിരിക്കുക വിശുദ്ധ ചാവറ പിതാവിന്റെ കാൽസ്പർശത്താൽ സുന്ദരമായ വിശുദ്ധീകരിക്കപ്പെട്ട ഈ മുത്തോലിക്കുന്നിൽ വിശുദ്ധ ചാവറ പിതാവിനാൽ സ്ഥാപിതമായ ഈ മുത്തോലി ആശ്രമത്തിലായിരിക്കുമ്പോൾ 35 വർഷങ്ങൾക്ക് മുമ്പ് ഈ മുത്തോലി ഗോവിന്ദയുടെ പ്രിയോരച്ചനായിരുന്നു ബഹുമാനപ്പെട്ട ഞാവള്ളി അച്ഛൻ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത് പോലെ മനുഷ്യൻ പദ്ധതികൾ മെനയുമ്പോൾ അത് നടപ്പിലാക്കുന്നത് ദൈവമാകുന്നു എന്ന ബോധ്യത്തോടുകൂടി അന്നത്തെ അധികാരികളുടെ ആവശ്യപ്രകാരം മിഷനിന്റെ സാധ്യതകൾ മനസ്സിലാക്കി CMI സഭയുടെ ആദ്യ വിദേശ മിഷനായ പെറു മിഷനിലേക്ക് വലിയ ഒരു ചൈത്യയാത്ര നടത്തുകയാണ് ഈ മുത്തോലിയിൽ നിന്നും ബഹുമാനപ്പെട്ട ഞാവള്ളി അച്ഛൻ. നീണ്ട 35 വർഷത്തോളം കാലം ഈശോ മിശിഹ ആരാണെന്ന് പോലും അറിയാത്ത ഒരു കാലഘട്ടത്തിൽ, ഈശോ മിശിഹ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു ഇടത്ത് വെല്ലുവിളികളും മറ്റ് പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് ഭാഷ പോലും അറിയാതെ, ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ, തന്റെ പ്രതിസന്ധികൾക്ക് മുമ്പിൽ പതറാതെ ഇമ്മാനുവേൽ എന്ന നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം നമ്മോട് കൂടെയുണ്ടെന്ന ബോധ്യത്തോടുകൂടി വചന പ്രഘോഷണത്തിലും മറ്റുള്ളവരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാനും ഇമ്മാനുവേലിത്തോ നമ്മളുടെ ഇമ്മാനുവേൽ അച്ഛന് സാധ്യമായിട്ടുണ്ട്. ഇന്ന് കോട്ടയം പ്രവിശ്യയുടെ CMI സഭയുടെ പെറു മിഷൻ 50-ാം വർഷം ജൂബിലി ആഘോഷിക്കുമ്പോൾ അഭിമാനത്തോടുകൂടി തലയുയർത്തി പറയുവാനായിട്ട് സാധിക്കും, ഓരോ മിഷണറി വൈദികർക്കും മാതൃകയായിരുന്നു, വിശുദ്ധിയുടെ നിറക്കൂട്ടായിരുന്നു ബഹുമാനപ്പെട്ട ഇമ്മാനുവേൽ ഞാവള്ളി അച്ഛൻ. ഇമ്മാനുവേൽ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം നമ്മോട് കൂടെ എന്നാകുമ്പോൾ അത് നാമത്തിലും അത് ജീവിതത്തിലും പ്രവർത്തനത്തിലും കാഴ്ചവെച്ച വ്യക്തിത്വമാണ് ഇമ്മാനുവേൽ ഞാവള്ളി അച്ഛൻ. അദ്ദേഹത്തിന്റെ ജൂബിലി വർഷം ഇന്ന് ഈ ഭൂമിയിൽ ആരംഭിക്കുമ്പോൾ അത് അവസാനിക്കുന്നത് പൊന്നുതമ്പുരാന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിക്കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പുരോഹിതനെ സംബന്ധിച്ച് തന്റെ പൗരോഹിത്യത്തിന്റെ ജൂബിലിയുടെ ആഘോഷങ്ങളുടെ ആവേശം അത് അണയേണ്ടത് തമ്പുരാന്റെ മുമ്പിലാണെന്ന് ഇന്ന് ഞാവള്ളി അച്ഛൻ നമുക്ക് മാതൃകയായി കാണിച്ചു തരികയാണ്.
പരിശുദ്ധ കത്തോലിക്ക സഭയുടെ മഹാജൂബിലി വർഷത്തിൽ വിശുദ്ധ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് പറഞ്ഞതുപോലെ നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാകണമെന്ന് നമ്മെ പറഞ്ഞു പഠിപ്പിച്ചതുപോലെ ഒരു പ്രത്യാശയുടെ തീർത്ഥാടകനാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ കിടക്കുക. റോമാക്കാരുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 5-ാം വാക്യം പറയുന്നുണ്ട്, പ്രത്യാശ നിങ്ങളെ നിരാശരാക്കില്ല. നിരാശയില്ലാതെ, വിഷമങ്ങളില്ലാതെ, പരിഭവങ്ങളില്ലാതെ, പരാതിയില്ലാതെ, ചെറുപുഞ്ചിരിയോടുകൂടി, എളിമയോടുകൂടി, വിശുദ്ധിയോടുകൂടി ജീവിതം കാഴ്ചവെച്ച പ്രത്യാശയുടെ തീർത്ഥാടകനാണ്, പ്രത്യാശയുടെ തീർത്ഥാടകനായിരുന്നു, പ്രത്യാശയുടെ തീർത്ഥാടകനാകും എമ്മാനുവേൽ ഞാവള്ളിയിലച്ചൻ. ഇന്ന് നമുക്ക് സന്തോഷിക്കാം. കാരണം ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുന്നത് ഒരു വിശുദ്ധമായ പൗരോഹിത്യമാണ്. കഴിഞ്ഞ നാളുകളില് ഞാവള്ളിയച്ചൻ വിദേശത്ത് നിന്ന്, പെറുവിൽ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് അവിടുത്തെ യുവജനങ്ങൾ ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിനോടൊപ്പം നടത്തി. ഒരു 1.5 വർഷത്തോളം കാലം ഞാവള്ളിയച്ചന്റെ കൂടെ ജീവിക്കുവാനായിട്ട് എനിക്ക് സാധ്യമായിട്ടുണ്ട്. ഞാവള്ളിയച്ചന്റെ ജീവിതവും ഞാവള്ളിയച്ചന്റെ മരണവും നേർക്കുനേർ കണ്ടതിന്റെ ബോധ്യത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ ആയിരിക്കുക. മേരിക്കോൾസ് വെച്ച് അവസാന നിമിഷത്തില് ഞാവള്ളിയച്ചൻ ശാന്തമായി ജീവനോട് വിട പറയുമ്പോൾ അടുത്തുണ്ടാകാൻ സാധിച്ചു എന്ന് മാത്രമാണ് എന്റെ യോഗ്യത. അപ്പോൾ ആ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നു. ആ ഇന്റർവ്യൂകളിലെ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവിടുത്തെ ആൻഹല എന്ന് പറയുന്ന യുവജനത്തിലെ ഒരു വ്യക്തിയാണ്, ഒരു കുട്ടിയാണ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ മനോഹരമായ നിരവധി ചോദ്യങ്ങളില് ഒരു 3 ചോദ്യം എന്നെ വല്ലാതെ സ്പർശിച്ചു. ആ ചോദ്യം ഇപ്രകാരമാണ്. ഞാവള്ളിയച്ചനോട് ആൻഹല ചോദിക്കുന്നുണ്ട്, ഞാവള്ളിയച്ച, അച്ഛന് ഇഷ്ടപ്പെട്ട തിരുനാൾ ഏതാണ്? ഞാവള്ളിയച്ചൻ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ട തിരുനാൾ ദിവ്യകാരുണ്യത്തിന്റെ തിരുനാളാണ്. അതേ പ്രിയമുള്ളവരെ, ഞാവള്ളിയച്ചനോടൊപ്പം പങ്കുവെച്ച നാളുകളിലൂടെ ദിവ്യകാരുണ്യ ഭക്തി എന്താണെന്നും ദിവ്യകാരുണ്യ ഭക്തൻ എന്താണെന്നും പറഞ്ഞു പഠിപ്പിച്ച് ജീവിതത്തിലൂടെ വരച്ചു കാട്ടിയ വ്യക്തിയായിരുന്നു ഞാവള്ളിയച്ചൻ. ലീമായിലെ ഞങ്ങളുടെ സാൻ ബെനീത്തോ ആശ്രമത്തിലെ ഞങ്ങളുടെ ദേവാലയത്തിലെ വിദ്യാരാധന ചാപ്പൽ എല്ലാ ദിവസവും സമയാസമയങ്ങളിൽ അവിടെ ചെലവഴിച്ചുകൊണ്ട് ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന മിഷണറിമാർക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ആ ഇടങ്ങളിലെ ആളുകളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഭക്തി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടി ചോദിക്കുകയാണ്, ഞാവള്ളിയച്ച, അച്ഛന് ഇഷ്ടപ്പെട്ട ഭക്തി എന്താണ്? അല്ലെങ്കിൽ അച്ഛന് ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്? ആദ്യം ഞാവള്ളിയച്ച പറയുന്നുണ്ട്, എനിക്ക് പരിശുദ്ധ കന്യകാമറിയത്തെയാണ്, അമലോത്ഭവ മറിയത്തെയാണ് ഇഷ്ടമാണ്. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഇന്ന് ഒക്ടോബർ 1-ാം തീയതി ഞാവള്ളിയച്ചൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാലയുടെ നാളുകളുടെ ആരംഭത്തിൽ ഈ ഞാവള്ളിയച്ചൻ ഈ ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോൾ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ജപമാല മാസം, ഈ ജപമാല നാളുകൾ പരിശുദ്ധ അമ്മയോടൊപ്പം ചെലവഴിക്കുവാനായിട്ട് അദ്ദേഹം യാത്രയായി എന്ന്. ഞാവള്ളിയച്ചൻ അമ്മയെ ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇടവേളകളില് പരിശുദ്ധമായ ജപമാലയോടുകൂടി, നിഷ്കളങ്കമായ പുഞ്ചിരിയോടുകൂടി, വിശുദ്ധിയോടുകൂടി ജപമാല മണികൾ അർപ്പിച്ച് അമ്മയോടുള്ള ഭക്തി കാണിക്കുന്ന ഒരു വൈദികനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. 3ാമതായിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛന് ഇഷ്ടപ്പെട്ട വ്യക്തി ഏതാണ്? അപ്പോൾ ഒരു ചെറുപുഞ്ചിരിയോടുകൂടി ഞാവള്ളിയച്ചൻ പറയുന്നുണ്ട്, ഇഷ്ടപ്പെട്ട വ്യക്തി അത് ഞാൻ തന്നെയാണ്. അതേ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു പുരോഹിതൻ അവനെ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവൻ മറ്റൊരു ക്രിസ്തു അവനിൽ രൂപപ്പെടുകയില്ല. ഒരു പുരോഹിതൻ അവനെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അവനിൽ മറ്റൊരു ക്രിസ്തു രൂപപ്പെടുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. എന്റെ പരിശുദ്ധാത്മാവിന്റെ ആലയമാകുന്ന എന്റെ ശരീരത്തെ, എന്റെ വ്യക്തിത്വത്തെ, എന്റെ അസ്തിത്വത്തെ ഇഷ്ടപ്പെടുവാനായിട്ട് എനിക്ക് സാധിച്ചില്ലെങ്കിൽ എന്നിലും നിങ്ങളിലുമുള്ള ആത്മാവ് നമ്മളിൽ നിന്നും ഒഴുകിപ്പോകുന്നത് നാം പോലും അറിയാതെ പോകും. അതുകൊണ്ട് ഈശോ മിശിഹായുടെ മറ്റൊരു രൂപമാകുവാൻ, മറ്റൊരു ക്രിസ്തു ആകുവാൻ വിളിക്കപ്പെട്ട ഞാവള്ളിയച്ചൻ വാക്കുകൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ആ വാക്യത്തിന്, ആ വാഗ്ദാനത്തിന് വില കൽപ്പിച്ച വ്യക്തിയാണ്. ഞാൻ പ്രശാന്ത് ഭവനിലെ അംഗമാണ്. ഞങ്ങളുടെ സുപ്പീരിയച്ചൻ ബഹുമാനപ്പെട്ട മാർട്ടിൻ മണനാലച്ചൻ എപ്പോഴും പറയുന്ന ഒരു വാക്യമുണ്ട്, പൗരോഹിത്യത്തിന്റെ അവസാന നാളുകളിൽ പുരോഹിതൻ അനുഭവിക്കുന്ന അനാഥത്വം. പൗരോഹിത്യത്തിലെ അവസാന നാളുകളിൽ പുരോഹിതൻ അനുഭവിക്കുന്ന അനാഥത്വം. എമ്മാനുവേൽ ഞാവള്ളിയച്ചൻ
തന്റെ ജീവിത മധ്യത്തിൽ മൊത്തം തന്റെ ജീവിതത്തിന്റെ ഉടനീളം 80 വർഷത്തോളം അനാഥത്വം അനുഭവിച്ചിട്ടില്ല എന്ന് പറയുവാൻ എനിക്ക് സാധിക്കും. തന്റെ ജീവിതത്തിൽ പൗരോഹിത്യത്തിന് ശേഷം ഈ 50 വർഷത്തോളം ഈ CMI സന്യാസ സമൂഹത്തോട് ചേർന്ന് ജീവിച്ചപ്പോൾ ഞാവള്ളിയിൽ കുടുംബത്തെയും അതുപോലെ സ്നേഹിക്കുവാനായിട്ട്, ഞാവള്ളിയിൽ കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് ഞാവള്ളിയിൽ അച്ഛന് സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഈ അവസാന 2 മാസത്തോളം കാലം മേരിക്കൻസ് ആശുപത്രിയിൽ പ്രശാന്ത് ഭവനില് വിശ്രമ ജീവിതത്തിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും ഞാവള്ളിയിൽ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും വന്നുകൊണ്ട് ഞാവള്ളി അച്ഛനോട് സൗഹൃദവും സ്നേഹവും പങ്കുവെക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ സ്വന്തം മാണിയച്ഛൻ എപ്പോഴാണ് കണ്ണു തുറക്കുക, എപ്പോഴാണ് ഞങ്ങളോട് സംസാരിക്കുക, എപ്പോഴാണ് തിരിച്ച് നടന്ന് ജീവിതത്തിലേക്ക് നടന്നെടുക്കുക എന്ന് പറയുന്നതും ചോദിക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പൗരോഹിത്യത്തിന്റെ സൗന്ദര്യം അത് വേണ്ടപ്പെട്ടവരുടെ കൂടി ആയിരിക്കുമ്പോഴാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. ഞാവള്ളിയിൽ കുടുംബത്തിലെ ഓരോ വ്യക്തികളും, സിസ്റ്റർ പെങ്ങൾ തൊട്ട് മറ്റെല്ലാ വ്യക്തികളും ഓരോ ദിവസവും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ഞാവള്ളി അച്ഛനിൽ ഉണ്ടാകാമായിരുന്ന ഒരു അനാഥത്വം ഇല്ലാതാക്കിയതിന് ഇന്ന് അഭിമന്യ ജനറൽ അച്ഛന്റെയും പ്രൊവിൻഷ്യൽ അച്ഛന്റെയും ഞങ്ങൾ എല്ലാ വൈദികരുടെയും പേരിൽ സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. ഞാവള്ളി അച്ഛൻ ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് തൊട്ടു മുമ്പ് തലേ ദിവസം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛനും അദ്ദേഹത്തെ കാണുവാനും പ്രാർത്ഥിക്കുവാനും വന്നു. അദ്ദേഹവും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി. ജോസുകുട്ടി അച്ഛനും മറ്റു വൈദികരും പെറുവിൽ നിന്നുള്ള ജിനവച്ചനും എല്ലാം വന്നു. ഞങ്ങളെ പോലുള്ള യുവ വൈദികരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് വാർദ്ധക്യത്തിലെ പുരോഹിതരെ സ്നേഹിക്കുന്ന ഒരു വലിയ അധികാരി സമൂഹം എന്ന് പറയുക. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയുവാനായിട്ട് സാധിക്കും, പുരോഹിതർക്ക് അനാഥത്വം ഇല്ലാതാകുന്നത് സഹോദരങ്ങളുടെയും സഹപട്ടക്കാരുടെയും സ്നേഹം കൊണ്ടും സാന്നിധ്യം കൊണ്ടുമാണ്. സഹപട്ടക്കാരുടെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഞാവള്ളി ഇമ്മാനുവേൽ അച്ഛൻ. ഇന്ന് ഇമ്മാനുവേൽ അച്ഛൻ നമ്മളിൽ നിന്ന് യാത്രയാകുമ്പോൾ സന്തോഷത്തോടുകൂടി നമുക്കായിരിക്കാം ഈ പുണ്യ ജീവിതത്തിന്റെ സൗന്ദര്യം ഏറെ അനുഭവിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ ഓർമ്മയാചരണത്തിന്റെ നാളിൽ, ഈ ഓർമ്മയാകലിന്റെ നാളിൽ ബലിയാകുവാനും ബലിയേകുവാനും ബഹുമാനപ്പെട്ട ഞാവള്ളി അച്ഛന് സാധിച്ചു എന്നത് മാത്രമാണ് ഇന്ന് നാം ഇവിടെയായിരിക്കുന്നതിന്റെ അർത്ഥം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നതിന് നിത്യജീവനുണ്ട്. ശാരീരികമായി ഇന്ന് ഞാവള്ളി അച്ഛൻ നമ്മിൽ നിന്ന് വിട പറയുമ്പോഴും ഞാവള്ളി അച്ഛന്റെ കെടാത്ത ഓർമ്മകൾ എന്നിലും നിന്നിലും നിലനിൽക്കുന്നത് അത് അദ്ദേഹത്തിന്റെ വിശുദ്ധി കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, ഇനിയും കൂടുതൽ വിശുദ്ധി നമ്മളിലേക്ക് ലഭിക്കുവാനായിട്ട് ഞാവള്ളി അച്ഛൻ സ്വർഗത്തിൽ നമുക്കൊരു മധ്യസ്ഥനായി മാറും എന്ന ബോധ്യത്തോടുകൂടി നമുക്കായിരിക്കാം. ഇന്ന് നമുക്കറിയാം ഈ ഒരു മൃതസംസ്കാര ശുശ്രൂഷകൾ യൂട്യൂബിലൂടെ ലൈവായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ അല്പം മുമ്പ് അതിൽ ഓരോ കമന്റുകൾ കണ്ടപ്പോഴും അവിടുത്തെ വ്യക്തികൾ, അവിടുത്തെ കുടുംബാംഗങ്ങൾ ഞാവള്ളി അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും കണ്ണീരൊഴുക്കുന്നതും കാണുവാനായിട്ട് സാധിച്ചു. പെറുവിലുള്ള സാൻ മത്തിയോ സബ് റീജിയനിലുള്ള എല്ലാ വിശ്വാസികൾക്കും നന്ദിയുടെ ഒരു വാക്ക്. En nombre de la Congregación Carmelitas de María Inmaculada, expresamos nuestro más sincero agradecimiento a todos los fieles que fueron parte de la misión del Padre Immanuel Ñavalli en el Perú. De manera especial, recordamos a las comunidades parroquiales donde entregó con amor y dedicación su vida sacerdotal. Parroquia Santísima Trinidad Tico, Parroquia San Luis María de Montfort Ñaña, Parroquia San Benito San Juan de Lurigancho, Parroquia San Nicolás Toledo, Quirio. Gracias por haber acogido y caminado junto a él en su servicio pastoral, por su cariño y por mantener viva la fe que él sembró con tanto compromiso. Que el Señor bendiga abundantemente a cada uno de ustedes y que el recuerdo del Padre Immanuel siga siendo inspiración de fidelidad y entrega al Evangelio. Muchas gracias a todos. മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോകുന്ന ഞാവള്ളി അച്ഛ, ഈ മൃതസംസ്കാര ശുശ്രൂഷയുടെ അവസാന ഭാഗത്തിൽ ഒരു പ്രതിനിധി വൈദികൻ അങ്ങേക്കും ഈ സമൂഹത്തിനും ഇന്നിവിടെ ആയിരിക്കുന്നവർക്ക് നന്ദി പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇന്ന് ഈ പരിശുദ്ധ കുദാശയുടെ പരിശുദ്ധ കുർബാനയുടെ മധ്യേ അങ്ങേക്കും
ഞങ്ങളുടെ നന്ദി. നന്മയിൽ വളരുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിച്ചതിന്, വിശുദ്ധിയാർന്ന ജീവിതം മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുവാൻ ഞങ്ങൾക്ക് മാതൃകയായതിന്, വെല്ലുവിളികളും പ്രതിസന്ധികളും നിറഞ്ഞ പെറോ മിഷനിൽ CMI സഭയുടെ ഒരു അംഗമായി, ഒരു മുഖമായി നിന്നതിന്, ദൈവത്തിനും ദൈവജനത്തിനും ശുശ്രൂഷ ചെയ്തതിന് ഞാവള്ളി അച്ഛ പറയാതെ പറയുന്നു നന്ദിയുടെ നറുമലരുകൾ, നന്ദിയുടെ നല്ല വാക്കുകൾ. ഇന്ന് സീറോ മലബാർ സഭയില് സ്ലീവ കാലത്തിന്റെ 5-ാം വെള്ളിയാഴ്ച നാം ആയിരിക്കുമ്പോൾ പരിശുദ്ധമായ സപ്ര പ്രാർത്ഥനയിൽ പ്രഭാത ഗീതത്തിൽ നാം ഇപ്രകാരം പാടുന്നുണ്ട്: ധൂളിയിൽ നിന്നും മൃതനെ ഉണർത്തുന്നു, ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി, നിന്നെ നമിക്കാൻ നൽകണം ഉദ്ധാനം. ഒരു അമ്മയിൽ നിന്നും ജനനം കൊണ്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു ഈശോ മിശിഹായുടെ മറ്റൊരു പ്രതിപുരുഷനായി ജീവിച്ച് ഈ ഭൂമി വിടുമ്പോൾ ഞാവള്ളി അച്ഛ, പരിശുദ്ധ പിതാവ് അങ്ങേക്ക് ദൈവത്തെ ആരാധിക്കുവാൻ ഒരു ഉദ്ധാനം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിക്കല്ല കർത്താവേ, എനിക്കല്ല, അങ്ങയുടെ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. ഇത് എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. Haz esto en memoria de mí. Amén.